ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ചിരിക്കാനുള്ള സമയം ദാ ഇവിടെ തുടങ്ങുവാണ്. സോ വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ വേദിയിൽ ഇനി വരുന്നത് ഒരുപാട് ചിരിക്കാനുള്ള ഒരു സ്കിറ്റാണ്. പക്ഷേ അതിൽ വളരെയധികം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. നമുക്ക് നേരെ സ്കിറ്റിലേക്ക് പോകാം. വേദിയിലേക്ക് ഞാൻ വെൽക്കം ചെയ്തു നമ്മുടെ സ്വന്തം അനീഷ് പാപ്പാല ചേട്ടൻ, ശ്രീജ ചേട്ടൻ ആൻഡ് സൂര്യശ്രീ ചേച്ചി. വേറെ ഹസ്തരേഖാശാസ്ത്രം, പക്ഷിശാസ്ത്രം, ജീവശാസ്ത്രം, വായുശാസ്ത്രം. അയ്യോ വായുവാന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, എത്രയോ കാലം കൊണ്ട് ഞാൻ ഈ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ നിന്നിട്ട് കൈ നോക്കുവാന്നറിയാവോ? ഇന്നേ വരെ എന്റെ ജീവിതം പച്ച പിടിച്ചിട്ടില്ല. എന്റെ ഭഗവതി, ഒരു 10 പേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവാണെങ്കിൽ എന്റെ ജീവിതത്തിനകത്തൊരു ഉയർച്ച ഉണ്ടാവും. അയ്യോ, അങ്ങനെ ഒളിച്ചിരിക്കൊന്നും വേണ്ട, ഞാൻ കണ്ടുപിടിക്കും. മുഖം നോക്കി ലക്ഷണം പറയാനൊക്കെ എനിക്കറിയാം. പേര് സിന്ധു എന്നാണോ? ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഐശ്വര്യമുള്ള മുഖവാ, പരോപകാരിയാ. 100 ചോദിച്ചാൽ 200 കൊടുക്കും. ഒരു 500 രൂപ ദക്ഷിണ പോയി ഇല്ലയോ? ഉള്ളതുപോലെ ഞാൻ പറയത്തുള്ളൂ. ഉള്ളതാണെങ്കിൽ സത്യമെന്ന് പറയണം. കഴിഞ്ഞ മേടമാസത്തിൽ ഒരു വീട് വെച്ചായിരുന്നല്ലയോ? വെച്ചോ? വീടിന് വാനം തോണ്ടിയപ്പോൾ നിധി കിട്ടിയായിരുന്നല്ലയോ? ആ നിധി കൊണ്ടാണ് നിങ്ങൾ പണക്കാരായതെന്നും ആ വീട് വെച്ചതെന്ന് നാട്ടിൽ മൊത്തം ഒരു സംസാരമുണ്ട്. പക്ഷെ ഇത് ഞാൻ മുഖം നോക്കി പറഞ്ഞതല്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി ഈ കൂട്ടത്തിലുള്ള 2 പേർ അവിടെ നിന്ന് കൊതിയെന്നുണേ പറയുന്നത് ഞാൻ കേട്ടതാ. ശത്രുക്കളുണ്ട്, സൂക്ഷിക്കണം, ശത്രുക്കളുണ്ട്. ഇതോ അങ്ങേ അറ്റത്തിരിക്കുന്ന ആ മനുഷ്യനെ കണ്ടോ? എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ചോദിക്കും, അന്നദാനം മഹാദാനം എന്നാ അല്ലയോ? കഴിഞ്ഞിടയ്ക്ക് ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയായിരുന്നു. ലോകത്തിൽ എത്രയോ വലിയ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ ചേട്ടാ. സ്വന്തം ഉമ്മയെ കൊണ്ടാ അത് ഉദ്ഘാടനം ചെയ്യിച്ച്. ഗുരുത്തമുണ്ട്, രക്ഷപ്പെടും കേട്ടോ. 100 രൂപ തന്നാ 200 രൂപ കൊടുക്കും. 500 രൂപ ദക്ഷിണ തരൂ. കാശ് കൊടുത്തുള്ള ഗുരുത്തം ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഗുരുത്തോ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം അങ്ങ് മനസ്സിൽ അടക്കി അങ്ങ് വെച്ചേക്കുവാ. സ്നേഹം കൊണ്ട് അങ്ങോട്ട് കാണിച്ചാലും മതി. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്, അപ്പുറത്ത് അവിടേക്ക് ഇങ്ങനെ അങ്ങ് തന്നാ മതി. അല്ല, നമ്പർ ഇങ്ങിട്ടേര്, ഞാൻ ഗൂഗിൾ പേ അങ്ങോട്ട് തരുവോ? ഇവിടെ നിൽക്കുന്നവര് പോലും പറയുന്ന വിശ്വാസം ഇല്ലാത്തവരാ. ഒരുപാടുണ്ട്. അയ്യോ, എന്റെ ദൈവം, ഇത് ആരായി കിടന്ന് വിളിക്കുന്നു? ഹലോ ഹലോ, പറയൂ. ആ ചേച്ചി പറഞ്ഞതെല്ലാം പലിച്ചു. ചേച്ചി കൈ നോക്കി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. എടാ മക്കളെ, ഈ ധനലക്ഷ്മി വെറുതെ കള്ളത്തരം പറയത്തില്ല. പറയൂ, ഉള്ള കാര്യം മുഖത്ത് നോക്കി തന്നെ പറയും. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അമ്പലത്തിൽ തേങ്ങ ഉടക്കാൻ വന്നേക്കോ ചേച്ചി. ആ, തേങ്ങ ഉടയ്ക്കുമ്പോ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തായിരുന്നു? 2 മുറിയായിട്ട് തന്നെ ആ തേങ്ങ ഉടയ്ക്കണം. നിർബന്ധമാണോ അത്? കുറച്ച് വെള്ളം തറയിൽ പോയാലും കുഴപ്പമില്ല. പക്ഷെ ചന്നാ പിന്നാന്ന് പൊട്ടിച്ചു വയ്ക്കരുത്. 2 മുറി. 2 മുറിയല്ലേ? നേരം ആ 2 മുറിയായിട്ട് നീ ആ വീട്ടിലോട്ട് വരണം, എന്റെ വീട്ടില്. എന്നാലേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. ഉറപ്പായിട്ടും. ഓക്കെ. ആ, ഇല്ലെങ്കിൽ ചന്നാ പിന്നെ വെട്ടിക്കൊണ്ട് വരും. ഞാൻ എങ്ങനെ ചമ്മന്തി അരയ്ക്കും? ഹലോ 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 ഹലോ, എവിടെ എത്തി? ഞാൻ പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അറിയാലോ, 1.5 ലക്ഷം രൂപയുടെ മുതലാ കൈയിരിക്കുന്നത്. അറിയാം. അതെങ്ങാനും പോലീസിന്റെ പിടിച്ചാൽ നിന്റെ വിധി. ഒന്നും കളയാൻ പിടിക്കില്ല. അത് കളഞ്ഞിട്ട് വന്നാലും നിന്റെ വിധി. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ ബോസ്. അടുത്ത ആരെങ്കിലും ഉണ്ടോ? അടുത്ത മുതുകത്ത് ടൈം ബോംബ് വെച്ചൊരു ചേച്ചി ഇപ്പൊ ഉണ്ട്. അധികം സംസാരിക്കാൻ നിൽക്കണ്ട. അഥവാ അവര് വല്ലതും ചോദിച്ചാൽ കിളി പോയ ടൈപ്പായിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. അതെനിക്കറിയാം. നിന്റെ കയ്യിൽ ആ ക്യാരക്ടർ ഭദ്രമാണെന്ന്. കീച്ചിക്കോ. ഓക്കെ. കിളി പോയ ക്യാരക്ടർ. ചേച്ചി, ഊട്ടിക്കുള്ള ബസ് പോയായിരുന്നോ? അയ്യോ, കണ്ടില്ല മക്കളെ. പോയോന്ന് അറിയത്തില്ലടാ. എവിടെ പോകാനായിരുന്നു? ചേച്ചി, മേത്തുപ്പാളത്തേക്കുള്ള ട്രെയിൻ പോയായിരുന്നോ? കണ്ടില്ല മക്കളെ. ചേച്ചി ഇപ്പഴാ വന്നേ. ട്രെയിനിൽ കയറി എവിടെ പോകാനായിരുന്നു? ചേച്ചി, നീലഗിരി പോലെ ഹെലികോപ്റ്റർ പോയായിരുന്നോ? ഹെലികോപ്റ്ററോ? കണ്ടില്ല മക്കളെ, ചേച്ചി കണ്ടില്ല. അതെവിടെ പോകാനായിരുന്നടാ? ഇവിടെ ഒന്നാമത് ഇച്ചിരി പ്രായമുള്ളൊരു ചേച്ചിയാ ഞാന്. അപ്പൊ കുറച്ച് ബഹുമാനം ഒക്കെ ആവാം. ഇങ്ങനാന്നോ വീട്ടില് നീ കാണിക്കുന്നേ? അച്ഛനോടും എല്ലാരോടും ഇങ്ങനാന്നോ? ആന്ന് പറയടാ. മുഖലക്ഷണം മാത്രമല്ല, മുഖത്ത് നോക്കി പലതും പറയാനും എനിക്കറിയാം കേട്ടോ. അയ്യോ, ഈ ചെറുക്കൻ എന്തുവായത്? നിനക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തോ നിന്റെ പ്രശ്നം? ശരിക്കും ഒരുപാട് പ്രശ്നമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അവസ്ഥയാ. എനിക്കൊരു വീട്ടിൽ കയറാൻ പറ്റത്തില്ല. മൊത്തം അങ്ങ് കടവാ.
ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. ചേച്ചിക്ക് അറിയാമോ, ഞാൻ ആഹാരം കഴിച്ചിട്ട് 1.5 ആഴ്ച എന്നെ കണ്ടാൽ തന്നെ പറയൂലേ, അത്ര അവസ്ഥയില്ല. കടവാ കടം. മക്കളുടെ പേരെന്തുവാ? സമ്പത്ത്. അയ്യോ, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാന്നേലും അവന്റെ പേരിന് ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല. ഞാൻ കൈ നോക്കി ഫലം പറയും. ആണോ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ. അതല്ല, നിനക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ദുഃഖം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എടാ അതല്ല, നമ്മൾ ഇതിലോട്ട് കേറാൻ വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് ഈ ഉദാഹരണം, ഈ അനുകരിക്കുന്ന ആൾക്കാരില്ലേ, മുരളി സാറിനെയൊക്കെ അനുകരിക്കുമ്പോ അവർ ആദ്യം എന്തോ പറയുന്നത്, മിസ്റ്റർ വിശ്വം നിങ്ങൾ അവിടെ പോകണമടോ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നേ. എന്നിട്ട് ബാക്കി പറയൂടല്ലേ. എന്നിട്ട് ബാക്കി പറയൂ. മുരുകൻ സാറിനെ അനുകരിക്കുമ്പോ അവരെന്തോ ആദ്യം പറയുന്നേ, തുടങ്ങുന്നേ. അതുപോലെ നമുക്കൊരു സ്റ്റാർട്ടിങ് വേണ്ടായോ? 999 രൂപ ദക്ഷിണ പോയി. 1000 തികച്ചു മേടിക്കാത്തത്. GST കൊടുക്കണോടാ. എനിക്ക് 900 എടുത്തത് നോക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല കേട്ടോ. ഇവിടെ കൈനോട്ടം നോക്കിട്ട് വേണം എന്റെ വീട് പുകയാനായിട്ട്. ഒരു തീപ്പെട്ട ഒരു ചിട്ട പോരെ, നിന്ന് പുകയില്ലേ? അങ്ങനല്ലടാ, കടക്കാരിയാ ചേട്ടാ, ഞാൻ കടക്കാരിയാടാ. ആ 2 പെങ്ങന്മാർ അനിയത്തിമാരെ കെട്ടിക്കണോ, അച്ഛനും അമ്മയ്ക്കും സുഖമില്ല, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ അങ്ങ് ജീവിക്കുവാ ഞാൻ. ചേച്ചിയുടെ പേരെന്തോന്ന്? ധനലക്ഷ്മി. പറ്റിയ പേര്. ഇത്ര ദാരിദ്ര്യം പേരിന് ഒരു കുറവില്ല. നിന്റെ പേരിനെ കാട്ടിക്കൊള്ളാം, സമ്പത്തിനെക്കാട്ടിൽ എന്തുകൊണ്ട് ഭേദം ധനലക്ഷ്മി. ചേച്ചി പിന്നെ സത്യം പറഞ്ഞ ഞാൻ ആത്മഹത്യയെ വേണ്ടി ഇറങ്ങിയതാ. സീരിയസ് ആയിട്ട് ആത്മഹത്യ ഇറങ്ങിയത് എന്റെ ബാഗിനകത്ത് 10,000 രൂപയാണ്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് എന്തോത്തിനാണ് 10,000 രൂപ? പിന്നെ വഴിച്ചിലവില്ലേ, ബസ്സിന് പൈസ കൊടുക്കണം, ഹോട്ടൽ റൂം എടുക്കണം, ഫ്രീ ആയിട്ട് കിട്ടും ആത്മഹത്യ പറഞ്ഞുകൊണ്ട്. പിന്നെ അച്ഛന്റെ പൈസ എടുത്ത് 5,000 അമ്മയുടെ അരിപ്പാട്ടിന് എടുത്ത് 5,000 എടുത്ത് 10,000 എന്തെങ്കിലും അങ്ങനെ. സത്യത്തിൽ നീ ഒരു കിളി പോയവനല്ലയോ? മനസ്സിലായോ? രൂപ ഇവന്റെ കയ്യിലുണ്ടെങ്കിൽ ഇവന്റെ മുഖം നോക്കി വല്ലതും പറഞ്ഞാൽ 10 രൂപ തടയും. ചേച്ചി മുഖം നോക്കി ലക്ഷണം പറയും, കൈ നോക്കി ഫലം പറയും. ഞാൻ കൈ ഇങ്ങോട്ട് നീട്ടിക്ക്. അയ്യോ, ഓടിപ്പോന്ന ബസ്സിന് ടാറ്റ കൊടുക്കാനല്ല, കൈ ഇങ്ങോട്ട് നീട്ട. നമുക്ക് തുടങ്ങാം. വഴിയിലിരിക്കുന്ന ബസ് സ്റ്റാൻഡിലിരിക്കുന്ന കൈനോട്ടം നോക്കുന്ന ചേച്ചിമാരോട് ഇങ്ങനെ കുന്തളിപ്പും അഹങ്കാരവും കാണിക്കരുത്. ഇങ്ങനാണോ കൈ പിടിക്കുന്നത്? ഇങ്ങനാണോ കൈ പിടിക്കുന്നത്? ഇങ്ങനെ കാണിക്കണം. ഈ മൊത്തം വരയും കുറിയാന്നല്ലോടെ. പെയിന്റ് അടിച്ച് ക്ലിയർ അടിച്ചോണ്ട് വരാം. അതല്ല ഞാൻ പറഞ്ഞത്. എടാ നിനക്ക് മൊത്തത്തിൽ പ്രശ്നമാ. നിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിലല്ല, നിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ. അവിടുന്ന് വേണം പരിഹാരം. സത്യ 3 പെങ്ങന്മാർ, എനിക്ക് 3 പെങ്ങന്മാർ. ഈ പെങ്ങന്മാരെ കെട്ടിച്ച് അന്ന് മുതൽ തുടങ്ങിയ ദാരിദ്ര്യ. മൂത്ത പെങ്ങളെ കെട്ടിച്ച് വിട്ടത് ചേറ്റുവ. അളിയൻ ചേറ്റുവെന്ന് വീട്ടിൽ നിന്ന് ഇരുന്നങ്ങ് കയറ്റുക. ആർക്കോലെ കഴിക്കാൻ പറ്റുമോ? 2ാമത്തെ പെങ്ങളെ കെട്ടിച്ച് വിട്ടത് ചേപ്പാട്. ആ ചേപ്പാടുള്ള അളിയൻ വീട്ടിൽ നിന്ന് മുഴുവനും ചാപ്പാടാ. അറിയാമോ? പിന്നെ കഴിക്കാൻ പറ്റുമോ? ദാരിദ്ര്യം. 3ാമത്തെ പെങ്ങളെ വീട്ടിച്ചിട്ട് കോതമംഗലം. അറിയാ മതി. 3 സ്ഥലപ്പേര് വെച്ചങ്ങ് കീച്ചില്ലയോ? ചേച്ചി ഇന്ന് പിടുത്തില്ല. ഇങ്ങോട്ട് നിന്റെ കൈ കാണിച്ചു. അയ്യോ, പെൺശാപം ഉണ്ട് നിനക്ക്. പ്രണയിച്ചിട്ടുണ്ടോ? ശാപമുണ്ട്. ഒരു പെണ്ണിന്റെ ശാപമുണ്ട് എനിക്ക്. എനിക്കൊരു പെണ്ണിന് വലിയ ഇഷ്ടമായിരുന്നു ചേച്ചി, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് മോഹങ്ങൾ കൊടുത്തു. അവളെ വീട്ടിൽ പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു. അച്ഛൻ സമ്മതിക്കൂല. നീ എന്താ അവളോട് പറയാതിരുന്നത്? ഈ കാര്യം അച്ഛൻ സമ്മതിക്കില്ല. കാര്യം വെച്ചാല് അച്ഛൻ പറയുന്നത് നമ്മളെ വീട്ടുകാർ ചേർന്നല്ല, നമ്മുടെ ജാതിയല്ല, നമ്മുടെ സമുദായമല്ല, എനിക്ക് കരക്കാരെ മൊത്തം നോക്കണം, അതുകൊണ്ട് ഈ കല്യാണം നടക്കത്തില്ലെന്ന്. എന്നാലും ആ പെണ്ണിനോട് നീ പറയാഞ്ഞത് മോശമായി. അവള് തകർന്നു ചേച്ചി, അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല, അവൾ ഏത് നാട്ടുകാരിയാ? ബോംബെയിലുള്ളത്. ബോംബെയിലോ? ഓ. അല്ല, അവിടെ പേരെന്തുവാ? ഐശ്വര്യ റായ്. കളിയാക്കുന്നോടോ? കളിയാക്കുന്നോ? ഇവിടെ ഞാനിത് വെറുതെ ഇരിക്കുന്നു. ഉള്ളതുപോലെ പറയണം. നീ ഞങ്ങളുടെ നാട്ടിലോട്ട് ചെന്ന് അന്വേഷിച്ച് നോക്കണം. പെരുപ്പ സുമതി ആരാന്ന് അവര് പറഞ്ഞു തരും നിന്റെ അടുത്ത്. എന്തുവാന്നോ കൈപ്പങ്കാരോട് ചെന്ന് അന്വേഷിച്ച് നോക്കും. നീ എന്റെ അടുത്ത് വെളച്ചിന് കാണിക്കുന്നു, കള്ളത്തിന് കാണിക്കുന്നു. പെരുപ്പ് സുമതി. അത് വീട്ടുകാരിട്ട പേരാ. അപ്പൊ ഇതാ സ്വഭാവം കണ്ട് നാട്ടുകാരിട്ട പേരാ. കൈ കാണിക്ക. കയ്യിലാണടാ പ്രശ്നം. മുമ്പേ ഞാൻ കൈ നോക്കിയപ്പോ നിന്റെ തള്ളവരൽ ഇവിടെ ആയിരുന്നു, ഇപ്പൊ ഇപ്പുറത്തായി. ഞാൻ നേരത്തെ ഈ കൈ കാണിച്ചത്. ഇപ്പൊ കറക്റ്റായില്ലേ? അയ്യോ, മൊത്തത്തിൽ പ്രശ്നങ്ങളാടാ നിനക്ക്. സാമ്പത്തികം മൊത്തം പ്രശ്നമാ. അച്ഛനും അമ്മയൊക്കെയോ മുടിഞ്ഞ വഴക്ക. ഊരെ ഉദിച്ചാ തുടങ്ങുന്ന വഴക്ക് അസ്തമിക്കുന്നവരെ കാണും. എവരെ വഴക്കുകാരനെ നിവർത്തിയിട്ട് പറമ്പിൽ നിന്ന പാമ്പും കീരിയുടെ കോംപ്രമൈസ് ഒന്നായി. അത്ര വഴക്കാണ് അവര്. അവസാനം വീടോട്ട് ഇറങ്ങിപ്പോയി ചേച്ചി. അമ്മയച്ഛനും വീടോട്ട് ഇറങ്ങി. ഞാൻ ഇറങ്ങിപ്പോയി. ആണോ? എല്ലാം അങ്ങ് പ്രശ്നപ്പെടാം. ഞാൻ പറഞ്ഞില്ലേ, പരിഹാരം വീട്ടിൽ നിന്നേ തുടങ്ങണം. വീടിന്റെ ദർശനം ഇത് എങ്ങോട്ടാ? കിഴക്കോട്ട്. പൊളിക്കണം മോനെ, പൊളിച്ചേ പറ്റത്തുള്ളൂ. ആ വാതില് പൊളിച്ച് തെക്കോട്ട് പോയി. പണ്ടൊരു ജോത്സ്യന്റെ അടുത്ത് പറയുന്നത് പോയപ്പോ അറിയോ, അന്ന് വാതില് പടിയാറായിരുന്നു. അങ്ങനെ വടക്കോട്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയപ്പോ തെക്കോട്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയപ്പോ കിഴക്കോട്ട് വെക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ വീടെന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്കിലെ പ്രേത ഗുഹ പോലെയാ. എവിടെ കയറിട്ട് എവിടെ ഇറങ്ങണമെന്ന് അറിഞ്ഞൂടാ. അവസ്ഥ ഇനി പൊളിക്കാൻ പറയുന്നത്. ഹലോ ഹലോ. ഓ എടാ നീ എവിടാ? ഞാൻ പള്ളിമുക്ക് ജംഗ്ഷനിൽ. എടാ ആകെ പ്രശ്നമായി. എന്ത്?
തൂഫാൻ സംഘം ഇറങ്ങിയിട്ടുണ്ട്, അവരങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് അവിടെ കക്കൂസൊന്നും ഇല്ലേ? എടാ തൂഫാൻ സംഘം ഇറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് സാധനം മാറ്റിക്കോ. സാധനം ആ മാറ്റാം. ശരി. ഓക്കെ. മക്കളെ ദക്ഷിണ തന്നില്ലടാ. ദക്ഷിണ തരാം. ആ ദക്ഷിണ ചേച്ചി. പിന്നെ അതാ പിന്നെ 1 രൂപ തിരിച്ചു വേണം. 999 പറഞ്ഞേ. 1000 ഉണ്ട്, 1 രൂപ തിരിച്ചു. ഇതിനെങ്ങനെയാ ഞാൻ ഇപ്പൊ പോയി ചിരി- പറ്റില്ല. 1 രൂപ തിരിച്ചു വേണം. എന്തൊരു കഷ്ടമാന്ന് പറ ദൈവമേ. ഞാൻ ഇതിന് അവിടുന്ന് ചില്ലറ ഉണ്ടാക്കും. ആരുടെങ്കിലും കയ്യിലുണ്ടോ ചില്ലറ? ഉണ്ടോ? ചെയ്യാനാന്ന് പറ. ഇല്ലടാ, നടക്കുകയല്ല. നടക്കൂലേ? ഒരു കടയിലും ചില്ലറ ഇല്ല. 1 രൂപയ്ക്കൊക്കെ കയറി കെഞ്ചുന്നത് മോശമാകട്ടെ, ഞാൻ പറഞ്ഞേക്കാം. നടക്കൂലേ? പിന്നെ വേണ്ട, കുഴപ്പമില്ല. വെച്ചോട്ടെ, ശരി. അയ്യോ, ഇതാരാ? ഹലോ ഹലോ, എവിടെ നിക്കണ്? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. തൂഫാന്റെ ആളിറങ്ങിയിട്ടുണ്ട്. അടുത്ത ആരെങ്കിലും നിക്കണുണ്ടോ? ഒരു കിളി പോയപ്പോ നിപ്പോ. ആ കിളി അവിടെ നിന്നോട്ടെ. സാധനം മാറ്റിക്കോ. സാധനം മാറ്റിക്കോ. പറയണ്ടേ? ഇപ്പൊ മാറ്റി. ശരി എന്നാ. അയ്യോ, ഞാൻ പറഞ്ഞില്ല നിനക്ക് ഭയങ്കര കഷ്ടകാലമാണെന്ന്. ആ, നീ അപ്പുറത്തെ 2 നില വീട് കണ്ടോ? നീ കണ്ടില്ല. നോക്കടാ, 2 നില വീടെന്ന് പറഞ്ഞാലേ കഠിനാധ്വാനം കൊണ്ട് വെച്ചവര്. അതെ, അങ്ങോട്ട് പോയെന്ന് നോക്കിക്കേ. കഠിനാധ്വാനം കൊണ്ട്, കഠിനാധ്വാനത്തിന്റെ അങ്ങേ അറ്റത്തൂന്ന് അവര് വെച്ച് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിയവരാ. കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള കഷ്ടപ്പാടിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ മക്കളെ. നമ്മളിങ്ങനെ കുറുക്ക് വഴിയിലൊന്നും പണം സമ്പാദിക്കരുത്. ചേച്ചി 2 നില വീടെന്ന് പറഞ്ഞില്ലേ? ഒറ്റ നിലയുള്ള 2 വീടാണല്ലോ. തെറ്റിപ്പോ 2 വീടുകൾ, നിലയായിട്ടിരിക്കുന്ന 2 വീടുകൾ. അങ്ങനെ കൺഫ്യൂഷൻ ആയി. അതെ. ചേച്ചി എനിക്ക് കുറച്ചും കൂടെ എന്തൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നോക്കാന്ന് വെച്ചാൽ സമയം കഴിഞ്ഞു. 3000 രൂപ. 3000 രൂപ തന്നാ വാങ്ങിക്കാൻ ആള് വേണ്ട ഇവിടെ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ല, മക്കള് വിട്ടോ. അല്ല, എനിക്കൊരു 10 ദിവസമെങ്കിലും വളരെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. എനിക്കതാണ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-14 വർഷത്തേക്ക് നിനക്ക് സമാധാനം കിട്ടുന്നതാ ഇനി നിന്റെ ജീവിതം എന്ന് പറയുന്നത്. ആണോ ചേച്ചി? അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു ജോലി ചെയ്യാതെ 3 നേരം ആഹാരം കഴിക്കാൻ പറ്റും. 3 നേരം ആഹാരം, നല്ല ജോലി എടുത്ത് അന്തസ്സായിട്ട് കൂലി, നിനക്ക് ചുറ്റും ബോഡി ഗാർഡ്. എനിക്ക് പ്രശസ്തനാവാൻ പറ്റും. പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് സ്വീകരണം ഉണ്ട്. ചേച്ചിയെ മറക്കരുത്, വന്ന് ചേച്ചിയെ കാണും കേട്ടോ. പോണേ ഇല്ലേ? ചേച്ചിയെ മറക്കല്ലേ. ഹര ഹര തീവ്രം വീക്ഷണം ബഹുവിധകർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. ഹര ഹര തീവ്രം വീക്ഷണം ഹരസവിഹീനം സ്ഥാപിതം അതിബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ. ഹലോ സാർ, ഇവിടെ എത്തി സാർ. കുഴപ്പമില്ല സാർ. അപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് സാർ. ഫോട്ടോ തന്ന ആൾ തന്നെയാണ് സാർ. ഇവിടെ ഉണ്ട് സാർ. ഞാൻ പൊക്കും സാർ. ഓക്കെ സാർ. ഓക്കെ. ഓടരുത്. ഓടിയാ ഞാൻ ഓടിച്ചിട്ട് ഞാൻ പിടിക്കും. ആരോടുന്നതിന് നമ്മളോടുന്ന ആവശ്യമില്ലല്ലോ. ഓടല്ലേ? എന്നെ കാണുമ്പോൾ ഓടൂല്ല സാധാരണ. ഇല്ല, ഇപ്പൊ ഓടില്ല. കാരണം ഇപ്പൊ നമ്മള് അങ്ങനത്തെ പരിപാടി ഇല്ല. നിന്നൊക്കെ പറ്റി വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ നിന്നെ തപ്പി ഇവിടെ വന്നത്. അറിയാമോ? എടാ, കഴിഞ്ഞ 1.5 ആഴ്ച കാലമായിട്ട് നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിരീക്ഷിച്ചിട്ട്? കൊള്ളായിരുന്നോ? ഇവിടെ ഞാൻ ആരെന്തെങ്കിലും നിനക്ക് മനസ്സിലായടാ? മനസ്സിലായില്ല. എന്നാ നീ എഴുതി വെച്ചോ, നിന്നെ ഇന്ന് ഞാൻ പൊക്കും. നിന്റെ പിറകെ 10-14 പേരുണ്ട്. അറിയാമോ? 10-14 പേര്. നീ സാധനം സപ്ലൈ ചെയ്യുന്നതും കൊണ്ടുവരുന്നതുമായിട്ടുള്ള എല്ലാ ഫോട്ടോയും വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരോട് ചോദിച്ചിട്ട് എടുത്ത്? എന്റെ അനുവാദമില്ല. അത് എന്റെ ഫോട്ടോയും വീഡിയോ ചോദിച്ച് എടുക്കാൻ നിങ്ങൾ ആര് അനുവാദം തന്ന്? ഞാനത് കംപ്ലൈന്റ് ചെയ്യും. മനുഷ്യ അവകാശ കംപ്ലൈന്റ് ചെയ്യാൻ എന്റെ ഫോട്ടോ എന്റെ അനുവാദം കൂടെ എടുത്തത് എന്തിന്? അല്ല, അങ്ങനെയല്ല, തെളിവിന് വേണ്ടി എടുത്തു. തെളിവിന് വേണ്ടി നമ്മൾ ചോദിക്കണം. നിങ്ങൾ ഫോട്ടോ എടുത്തോട്ടെ, എടുത്തോട്ടെ. ചോദിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളെ ഫോട്ടോ ഇപ്പൊ എന്ത് കുഴപ്പം? നിങ്ങൾ അത് മിസ്യൂസ് ചെയ്യാൻ ചെയ്യും. ഒരു കാര്യത്തിന് വേണ്ടി സമ്പത്ത് മോനെ എന്തോ പ്രശ്നം? എന്താ സാർ പ്രശ്നം? എന്തുവാ സമ്പത്ത് മോൻ? സമ്പത്ത് മോൻ ഏത്? അത് ഇതാ. ഇവന്റെ പേരെന്തെന്നറിയാമോ? ഹൈബ്രിഡ് ബ്രിട്ടോ. ഓടിയാനും വിൽക്കുന്നുണ്ട്. ഇവനെ നാട്ടുകാരെ വിളിക്കുന്ന ഹൈബ്രിഡ് ബ്രിട്ടോ. ഫാഷൻ പേര്. ഇവ എന്താ അവന്റെ പരിപാടി എന്നറിയാമോ? അറിഞ്ഞൂടാ ഇവിടെ കയറി സമ്പത്ത് മോനെ വിളിച്ചത്. ഇവന്റെ ജോലി എന്താണെന്നറിയാമോ? സപ്ലൈ. റേഷൻ കടയിലൊക്കെ ജോലി ചെയ്യുന്നത് സപ്ലൈ ചെയ്യുന്നതിന് എന്തു സാറ് പ്രശ്നം? ആ സപ്ലൈ അല്ല, കഞ്ചാവ് സപ്ലൈ. പഞ്ചാബിലാണോ സപ്ലൈ ചെയ്യുന്നത്? പഞ്ചാബ് സപ്ലൈ അല്ല, കഞ്ചാവ് സപ്ലൈ. ഇവൻ നീ അതോടെ ഈ പിള്ളേരുടെയൊക്കെ എന്റെ ദൈവമേ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ സത്യം. സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടൊന്നും വല്ലതും അറിഞ്ഞായിരുന്ന? എവിടെന്ന്? ഒരാഴ്ചയായിട്ട് തൂഫാൻ സംഘം അവന്റെ പിറകെ. ഇവനെ പിടിച്ച് അകത്താക്കാനാ പുതിയ ഓർഡർ. പിടിക്കണം സാറേ. 24 മണിക്കൂറിനകത്ത് 180 കേസാണ് ഞങ്ങൾ പിടിച്ചത്. അറിയാമോ? എന്താ ആരായി തൂഫാൻ സംഘത്തിന്റെ ഭാര്യ എന്നറിയാമോ? മോഹൻലാൽ.
ഈ മഞ്ജു വാര്യരല്ലേ? മഞ്ജു വാര്യർ, ഇത് മോഹൻലാലാണ് എന്റെ വാര്യർ. ആ, അങ്ങനെ. അതുകൊണ്ട് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണിത്. ഇവൻ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്, അറിയാം. എടാ, നിനക്ക് നാണമുണ്ടോ? ഇങ്ങനെ കൊണ്ട് നടന്ന് ഇതൊക്കെ വിൽക്കാൻ നിനക്ക് നാണമുണ്ടോ? കടമുറി കിട്ടണ്ടേ? കടമുറി തരൂലാരും. ഡെപ്പോസിറ്റ് ഭയങ്കര പൈസ. ഇവനെ പിടിച്ച കൊണ്ടുപോകും. നിന്നെ നിരീക്ഷിക്കാൻ 10-14 പേരുണ്ട്. അവരിവിടെ വരും. അയ്യോ സാറേ, അവരുടെ കൈനോട്ടം എനിക്ക് തരുമോ സാറേ? അതിന്റെ ഇടയിൽ സാർക്ക് അവരുടെ കൈനോട്ടം. അതാണ് ഇവിടുത്തെ കാര്യം. പിന്നെ പത്രക്കാർ വരും, നിന്നെ പൊക്കും. സാർ, ആ പത്രക്കാരുടെ കൈനോട്ടം എനിക്ക് തരുമോ? ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ, കള്ളം പറയത്തില്ല സാർ. ഈ കൈനോട്ടം വല്ല ലഹരിയായിരുന്നു, ഇവരെ പിടിച്ച് ആദ്യം അറസ്റ്റ് ചെയ്യായിരുന്നു. അല്ല, പിന്നെ എന്തോ മര്യാദ വേണ്ടി. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. അനുവാദമല്ല, ഫോട്ടോ എടുത്ത് കേസ് കൊടുക്കുന്നത്. സസ്പെൻഷൻ മേടിച്ചിരിഞ്ഞേ. ഉറപ്പാണ്? ഉറപ്പാണ്. ആ, ഉറപ്പാണെങ്കിൽ ഒന്ന് അറിയണമല്ലോ. എനിക്ക് നിന്റെ ബാഗ് പരിശോധിക്കും. സാറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെ, സസ്പെൻഷൻ കിട്ടില്ല, പ്രശ്നം ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാറിന്റെ നാളെന്തോ? പൂരം പിറന്ന പുരുഷനാ. നാളെ പൂരം കാണാം, സസ്പെൻഷൻ ആവുമല്ലോ. പിന്നെ പൂരം കണ്ട് നടക്കാമല്ലോ. കീർത്തി കേൾക്കും, പ്രൊമോഷൻ കിട്ടും. മനസ്സിലായില്ല? സാർ 500 രൂപ ദക്ഷിണമായി, ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് പഠിക്കാൻ പോയാൽ 2 കിട്ടും. ഒന്ന് പഠിക്കാൻ പോയാ 2 കിട്ടും സാർ. എന്റെ ജാതകത്തിലുണ്ട്, എനിക്ക് പ്രൊമോഷൻ ഉണ്ടെന്ന്. കിട്ടുമോ? ആ, കിട്ടും. 500 രൂപ ദക്ഷിണമായി സാർ. ഇതിന്റെ ഇടയിൽ പോവാം. എന്തിനു വരണം? തെളിവില്ലല്ലോ. തെളിവില്ല. ഫോട്ടോ എടുത്ത തെളിവുണ്ട്. ഫോട്ടോ ഞാൻ കേസുകാരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് നിന്റെ ബാഗ് പരിശോധിക്കാം. ബാഗ് പരിശോധിക്കാം. ഒരു ആവശ്യമില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ബാഗ് പരിശോധിക്കാണ് കേസ്. അതിനകത്തൊന്നുമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. ഈ ഉദ്യോഗസ്ഥൻ ഒരു പാവപ്പെട്ട യാത്രക്കാരൻ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ബാഗ് പരിശോധിക്കുന്ന വലിയ കാര്യമുണ്ട് കേസ്. നിങ്ങളൊക്കെ സാധാരണ കേസ് നോക്കൂ. പ്രാങ്കായിരുന്നു കേസ്. ഞാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരുമിച്ചുള്ള ഒരു എന്റെ അമ്മയുടെ പ്രാങ്കല്ലേ? ഫോൺ എന്റെ ഇരിക്കട്ടെ. ചേച്ചി കണ്ടേ? എനിക്ക് അത്ര എവിടെ വന്ന് വേണേലും ഞാൻ പറയും, ഇങ്ങനെയാണോ ജീവിക്കുന്നത്? നമസ്കാരം. ബ്രിട്ടോ കിട്ടിയിട്ടുണ്ട്. ബ്രിട്ടോ കൊണ്ടുവന്ന സാധനമാണ്. അതായത് ബ്രിട്ടോ കൊണ്ടുവന്ന സാധനം. സാക്ഷി എവിടെ ഏത് കോടതിയിലും ഞാൻ പറയും, ഞാനാ സാക്ഷി. എനിക്കിത് മതിയടാ, എനിക്കിത് മതി. ചേച്ചി, ഞാൻ കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് മക്കളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവരെ പോലെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾ ആരെങ്കിലും അറിയൂ ഇവനൊക്കെ ഇതാ പരിപാടി? നമ്മള് കയറി അങ്ങ് മിണ്ടും, സഹകരിക്കും. ഇപ്പൊ എന്നെയും കൂടെ ഇപ്പൊ നാണക്കേടല്ലേ സാറിന്? ഇപ്പൊ എന്നെ ഒരു സംശയം വന്നില്ലേ? നിങ്ങൾ നമ്മളെ കൂടെ സാറിന് എന്നെ ഒരു സംശയം വന്നിട്ടുണ്ട്. സംശയം ഉണ്ട്. അല്ലെങ്കിൽ ഇയാൾ എന്റെ അടുത്ത് വന്നിരുന്നു, ഇവര് തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ ഒരു സംശയം സാറിന് വന്നു. എന്റെ നിരപരാധത്തെ തെളിക്കേണ്ട ഉത്തരവാദിത്വം നാളെയും ഇവിടെ വന്ന് കച്ചവടം ചെയ്യേണ്ടതാ ഞാൻ. ഇത് ധനലക്ഷ്മി എന്ന് പറഞ്ഞ ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയത്തില്ല. സാർ ഇങ്ങോട്ട് സാറ് എനിക്കങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല സാറേ. സാറ് സാധനങ്ങൾ അങ്ങോട്ട് കാണ്. എന്തോ ഇത് ഉള്ളതേ പറയൂ, ഇല്ലാത്ത പറയത്തില്ല. ഇല്ല സാറേ. എന്നോടാണോ ചോദിക്കുന്നത്? എന്തുവായത് നോക്കട്ടെ. തോപ്പിച്ചളഞ്ഞല്ലോടാ നിന്നെ ഈ പ്രകൃതി. അത് സിന്തറ്റിക്ക്. എന്തായാലും ഒരു കാര്യം സന്തോഷമായി. നിങ്ങൾ പറഞ്ഞതെല്ലാം വലിച്ചില്ലെങ്കിൽ ഒരു കാര്യം വലിച്ചു. ഒന്ന് പിടിക്കാൻ വന്നപ്പോ എനിക്ക് 2 കിട്ടി. ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയത്തില്ല. നമ്മുടെ ലാലേട്ടൻ പറയുന്നത് പോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. എന്തായാലും കുറെ ചിരിച്ചു. നല്ല മെസ്സേജ് ഉള്ള ഒരു സ്കിറ്റിൽ നമ്മളിരുന്ന് കുറെ ചിരിച്ചു. നമ്മുടെ കാര്യക്കാരുടെ അടുത്ത് നമുക്കിനി ചോദിക്കാം. പക്രുചേട്ടാ, ചിരിച്ചോ? ഞാൻ ചിരിച്ചു. ഉഗ്രം കൗണ്ടറുകളായിരുന്നു, ഉഗ്രം സ്കിറ്റായിരുന്നു. ശ്രീജു, എന്തായി സിനിമയൊക്കെ എന്തായി? ഇല്ല, ഒന്നും ആയില്ല. അത് പിന്നെ വിളിച്ചിട്ടില്ല. പേപ്പർ വർക്ക് നടക്കുന്നു പറഞ്ഞു. അപ്പൊ ഇനിയും വിളി വരട്ടെ. അതെ, ഒരു സിനിമകൾ കിട്ടട്ടെ. പക്ഷെ ഇതിനകത്ത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നായിക പ്രാധാന്യമുള്ള സ്കിറ്റായിപ്പോയി. തൂക്കിക്കളഞ്ഞു, ഞെട്ടിപ്പോയി സൂര്യയുടെ പെർഫോമൻസ് കണ്ടിട്ട്. കാരണം ത്രൂ ഔട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നല്ല ക്ലാരിറ്റി ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു സ്കിറ്റ് ഒരു ലേഡി ആർട്ടിസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അവർ വെറുതെ ഒന്ന് നിന്നു കൊടുത്താൽ മതി. അതുപോലത്തെ ഒരു പ്രകടനമായിരുന്നു സൂര്യയുടെ ഭാഗത്തുനിന്ന് വന്ന്. തുടക്കം തൊട്ട് വന്നു, അവിടെ പോയി സംസാരിച്ചു, ഇവിടെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി. ഒരു സെറ്റയർ സ്കിറ്റ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണിപ്പോൾ. അത് വളരെ ഓപ്പറേഷൻ തൂഫാനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതിനകത്ത് നല്ല നല്ല കൗണ്ടറുകൾ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിനകത്ത് ലാലേട്ടൻ വാര്യറാവുന്നൊരു സംഭവം പറഞ്ഞു. അപ്പോൾ സൂര്യ
ഒരു കൺഫ്യൂഷൻ, ഒരു ടൈമിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ആർട്ടിസ്റ്റിനെ ഒരു ബലം എന്ന് പറയുന്നത്. മഞ്ജു വാര്യരല്ലേ വാരിയിരുന്ന് ചോദിച്ചു. അതുപോലെയുള്ള നല്ല നല്ല സംഗതികൾ ഇതിനകത്തുണ്ടായിരുന്നു, നല്ല കൗണ്ടറുകളുണ്ടായിരുന്നു. പിന്നെ അനീഷിൻ്റെയും ശ്രീജുവിൻ്റെയും കാര്യം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് ക്യാരക്ടർ വന്നാലും അതിൻ്റേതായ ഒരു ഐക്കോൺ ഉണ്ടാവും. നിങ്ങൾ 3 പേരും നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. വിജയകുട്ടൻ ചേട്ടാ, കിടിലൻ സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ചിരിക്കാനും ചിന്തിക്കാനും മെസ്സേജായിട്ടും അതുപോലെ തന്നെ ആനുകാലിക പ്രസക്തി ഉള്ളതും എല്ലാം ഉണ്ട് ഈ സ്കിറ്റിൽ. ഇതിനകത്ത് ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റായിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു സാധാരണ സ്കിറ്റ് എഴുതുന്ന ആൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ബ്രെയിൻ അല്ല അത്. ഗംഭീരമായിരുന്നു ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെക്കണത്. അത്ഭുതപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം അത് ഒരാൾക്ക് മാത്രം ഉണ്ടാവുള്ളൂ എന്ന് കരുതി, ഒരാളുടെ അടുത്ത് ഉണ്ടാവുള്ളൂ എന്ന് കരുതി. പക്ഷെ നമ്മൾ അതിശയിപ്പിച്ച് കളഞ്ഞു സ്കിറ്റ്. ശ്രീജു കുറച്ച് വൈകി വന്നപ്പോൾ ഞാനൊന്ന് ടെൻഷൻ അടിച്ചു, കാരണം ഇത്തിരിയും കൂടിയും കോമഡി കുറയല്ല. പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അനീഷും അതുപോലെ തന്നെ നമ്മുടെ സൂര്യശ്രീയും ഗംഭീരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. എടുത്തു പറയേണ്ടത് സൂര്യശ്രീ ഉഗ്രനായിരുന്നു, ഭയങ്കര തന്മയത്വം ഉണ്ടായിരുന്നു. ഒട്ടും ലാഗടിപ്പിക്കാതെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും ഒരു സംശയമില്ലാതെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടാ. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. അത് അഭിനയം ഗംഭീരമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. സൂര്യശ്രീ ഗംഭീരമായിരുന്നു. അനീഷും ഈ പറഞ്ഞ പോലെ ആ പൊട്ടൻ കളി എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു പൊട്ടൻ കളിയിൽ വന്ന് അവസാനിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഇതിന്റെ ഇത് ആരാണത് സ്ക്രിപ്റ്റും കണ്ടന്റും എല്ലാം അയ്യോ സൂപ്പറാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ആദ്യം തൊട്ട് അവസാനം വരെ കൗണ്ടറുകളും ഉണ്ടായിരുന്നു, ഗംഭീര സ്കിറ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ. അടിപൊളി ഗംഭീര സ്കിറ്റായിരുന്നു. ഈ അപ്പോഴപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് കൗണ്ടർ നിറയ്ക്കാൻ വലിയ പാടാണ്. പക്ഷെ നിങ്ങളെടുത്ത ഈ തൂഫാൻ സ്കിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനം ഉണ്ടെന്നുള്ളതാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല കൗണ്ടറുകളായിരുന്നു. അതിൻ്റെ അകത്ത് ബോള് സൂര്യശ്രീയുടെ കയ്യിലാണെങ്കിലും അതിനെ അത്രയും ഹൈപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്ത് അതേപോലെ 2 പേര് ഓപ്പോസിറ്റ് വേണം. അവർക്ക് അതേപോലെ കളിക്കാനായിട്ടുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് നിങ്ങളാണ്. അപ്പം അതിൽ ആ സ്ക്രിപ്റ്റിലുണ്ട് എല്ലാം, ആരാണ് എന്താണ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സാധനങ്ങൾക്ക് പോലും നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഓവർലാപ്പോ ഒന്നുമില്ല. കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് പറയുന്നതാണെന്ന് നമുക്ക് തോന്നത്തുമില്ല. അത്ര ലൈവായിട്ടാണ് നിങ്ങൾ ആ സാധനം കൊണ്ട് എത്തിച്ചത്. വളരെ മനോഹരമായിരുന്നു. ആ ബാഗ് മാറുന്നതിൻ്റെ ആ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു കൊടുത്തത്. ആ 2 നില വീട്ടിൽ അങ്ങോട്ട് മാറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിടുന്നു. 1000 രൂപ കൊടുത്തിട്ട് 1 രൂപ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ടോക്കൺ ഉണ്ടാക്കിയിട്ട് ആളെ അങ്ങോട്ട് വിടുന്നു. ആ സമയങ്ങളൊക്കെ നിങ്ങൾ നല്ല അളന്ന് കുറിച്ച്, അതായത് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി കളിച്ച പോലെയാണ്. അത്ര മനോഹരമായിട്ട് ചെയ്തു. അപ്പം ഈ ശ്രീജുവിന് മെനക്കെടാൻ അറിയാം അല്ലേ ശ്രീജു? ഇടയ്ക്ക് നല്ല ഉഴപ്പും കാണിക്കും. അതാണ് ഈ നല്ലത് എപ്പോഴും ചെയ്താൽ എപ്പോഴും നല്ലത്. വീട് പണി തുടങ്ങി, ഇപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് അന്നേരം വീട് പണിയുടെ പ്ലാനിങ്ങിനുള്ളപ്പോ ആത്മാർത്ഥതയൊന്നും ഇല്ലായിരുന്നു, ഇച്ചിരി കുറവുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെയല്ലേ ചിലപ്പോ കണ്ടന്റിന്റെ കണ്ടന്റ് തപ്പിയാൽ കിട്ടും, തപ്പിയാൽ കിട്ടാത്ത കണ്ടന്റ്. ഈ ഭൂലോകത്ത് ഇത് ഇത്രയും കണ്ട് സിനിമകൾ ഇറങ്ങുന്ന കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? എല്ലാവർക്കും കണ്ടന്റ് കിട്ടും, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയിരുന്നാൽ അത് കിട്ടും. ഇദ്ദേഹത്തിന് ഈ കൈനോട്ടക്കാരി കൊടുക്കാൻ എന്താ കാരണം? അതെങ്ങനെ കിട്ടി? പുള്ളിക്കാരി ചെയ്യാന്ന് പറഞ്ഞാൽ അല്ല, ഇത് ഒരു 3 ഷെഡ്യൂൾ മുമ്പ് ഞങ്ങൾ വേറെ സ്കിറ്റ് പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. അപ്പൊ ഇത് ചെന്ന് നമ്മൾ ഗ്രൂമേഴ്സിന്റെ അടുത്ത് പറഞ്ഞപ്പം അവർ പറഞ്ഞു, നമ്മളെ മക്കളില്ലേ ലിറ്റിൽ സ്റ്റാർ, അപ്പൊ അവർ ഇതേ സെയിം സാധനം കളിക്കുന്നു. അപ്പൊ നമ്മൾ ആ കണ്ടന്റ് മാറ്റി. അപ്പൊ അവര് പിള്ളേർ കളിക്കുന്നു, അവർക്ക് സിൽവറും ഉണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞു, അയ്യോ നമുക്ക് ആ കൈനോട്ടക്കാളി കളിക്കണമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നോക്കട്ടെ, അതിൽ വരുമ്പോ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് കണ്ടന്റ് പിടിച്ചിട്ട് ക്യാരക്ടർ തിരിച്ചപ്പോ ഇങ്ങനെ ഒരു സാധനം. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് സൂര്യശ്രീ ചെയ്തു എന്നുള്ളതാണ്. അത് കോസ്റ്റ്യൂമ്, ലുക്ക്, ഡയലോഗ് പ്രസൻറ്റേഷന്, പിന്നെ ആ പ്രോപ്പർട്ടികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സൂര്യശ്രീ. ഒരു സമയത്തും വേസ്റ്റായിട്ട് നിന്നിട്ടോ. ഡയലോഗ് കുനിഞ്ഞ് പറയുമ്പോഴും ആ ഒരു എന്താണ് ആ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. സൂര്യശ്രീ നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. സൂര്യശ്രീനെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അത് ഒരെണ്ണമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത്, സാറില്ല സാർ എന്നെയും കൂടി ഒന്ന് നോക്കൂ, അതൊക്കെ ഓക്കെ, എല്ലാവരും സംശയം കൊണ്ട് പറയണതാണ്. അതങ്ങ് ഹൈപ്പ് കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കരുതിയത് ഒരു സിബ്, ഈ ഇരിക്കുന്ന ആ ഒരു സിബ് തുറന്നിട്ട് ഞെട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ അതല്ല, അതാണ് അവിടുത്തെ ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇല്ലാത്ത ബാഗ് ആദ്യം തുറന്ന് അത് കാണിച്ച് തന്നു നമ്മൾ, അതിനകത്ത് ഇല്ല. മറ്റേ ബാഗിൻ്റെ ആദ്യത്തെ സിബ് ആദ്യം തുറന്ന്, രണ്ടാമത്തെ സിബ്, മൂന്നാമത്തെ സിബ് കുടഞ്ഞിട്ടതിന് ശേഷമാണ്. ആ കുടഞ്ഞിട്ടതിന് ശേഷം വന്ന ഒരു മാറ്റം ഉണ്ടായിരുന്നു, അത് ഗംഭീരമായിരുന്നു കേട്ടോ. അതെനിക്കൊന്ന് ഒരു പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ നല്ല ഗംഭീരവും. കാരണം അത്രയും നേരം എന്ന് പറഞ്ഞ സൂര്യശ്രീ ആ കൈനോട്ടക്കാരിയല്ല,
എന്തോ ഇത് ആ ഒരു സാധനം ഗംഭീരമായിരുന്നു അത്. സൂപ്പർ. നല്ല ഭംഗിയുണ്ട് ചേച്ചിയെ കാണാനായിട്ട്. ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ പറഞ്ഞു നല്ല പവിഴമല്ലി എന്നൊക്കെ പേരിടാൻ പറ്റും, നല്ല ലുക്ക്. എന്തായാലും ഒരു വലിയ കൈയടി സൂര്യശ്രീ ചേച്ചിക്ക്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഈയിടെയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പക്രുചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സ്കിറ്റുകൾ, അത് ഞാൻ ഈ ഒരു വേദിയിലാട്ടോ അത് കണ്ടിട്ടുള്ളത്. ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സ്കിറ്റുകൾ ഒരുപാട് വരുന്നത്. അപ്പൊ അതിന് നമ്മുടെ ഗ്രൂമേഴ്സിനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും എല്ലാവർക്കും ഒരു വലിയ കൈയടി കൊടുക്കുകയാണ്. നമുക്ക് ഇനി നേരെ ഇതിന്റെ മാർക്സിലേക്ക് പോവാം അല്ലേ? അപ്പം സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. ഞാനൊരു 17,000 രൂപ കൊടുത്തു. 17,000. നാസിറക്കയോ? ഞാനൊരു 1000 രൂപയും കൂടെ കൂട്ടി 18,000 രൂപ. അടിപൊളി. അപ്പൊ 17ഉം 18ഉം 35,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്കറിയാം എത്രയാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന്. പക്രുചേട്ടൻ കാണിക്കും. ചേട്ടൻ നേരത്തെ പാവം വന്ന് ചോദിച്ചതാണ്. QR കോഡ് ഇങ്ങോട്ട് അയച്ചാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത് കൈനോട്ടക്കാരി. ഞാനൊന്ന് കൈ നോക്കേണ്ടി വരുമോ? അപ്പോൾ ഐശ്വര്യമായിട്ട് വീട് പണിയൊക്കെയല്ലേ, നോക്കട്ടെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. സന്തോഷമായില്ലേ ശ്രീ ചേട്ടാ? പാപ്പാലേ, അല്ല ഇത് പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. നല്ല സ്കിറ്റാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അല്ല, ഒരു പേഴ്സണൽ അഭിമാനം തോന്നില്ല എഴുതി കൊണ്ടുവന്ന കോണ്ടന്റിന് സിൽവർ അടിച്ചപ്പോ? അതുണ്ട്. അടിപൊളി. എന്റെ ഏറ്റവും വലിയ കാര്യം പറയാം, ഞാനിവിടെ തുടക്കത്തിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ ഒരു പെർഫോമൻസ് ഒന്നും അങ്ങനെ ഒരാളല്ലായിരുന്നു. എന്നെ അതിലേക്ക് മാറ്റിയെടുക്കാൻ കാരണക്കാരായ കുറേ പേരുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് ഇക്ക. എനിക്ക് സീരിയസ് ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് എൻ്റെ കണ്ടന്റിനെ പറ്റി ചോദിക്കുമ്പോഴും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തോന്നുന്നു. അതുപോലെ ബിജുക്കുട്ടൻ ചേട്ടനായാലും പിന്നെ പക്രുചേട്ടൻ പേഴ്സണലി ഞാൻ വിളിച്ച് സംസാരിക്കുന്ന ആളാണ്. ഇല്ല ചേട്ടാ? അതെ അതെ. പിന്നെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതെ. പിന്നെ സാറാണെങ്കിലും പിന്നെ ഗ്രൂമേഴ്സ് ശശാങ്കണ്ണ അവരെല്ലാവരും സന്തോഷം. അനീഷേട്ടാ? ഓ, ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ എന്താണെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഭയങ്കര ഹാപ്പിയുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഡൗട്ടായിരുന്നു. ഇതിന്റെ ഒരു ഈ സ്ലാങ്ങിന്റെ ഒരു താളം ഉണ്ടല്ലോ കൈനോട്ടക്കാരി പറയുന്നതിന്റെ, പറയില്ല. അപ്പൊ അത് ആദ്യം പുള്ളിക്കാരി, പക്ഷെ പുള്ളി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് സംശയം ശരിയാവോ എന്നുള്ളത്. വളരെ ഗംഭീരമായിട്ട് ചെയ്തു. താങ്ക് യു സൂര്യസ്. അല്ല അനീഷ, ഞാനൊരു കാര്യം ചോദിട്ടെ, ഇവിടെ 1 ലക്ഷം ഒക്കെ അടിച്ചിട്ടും എത്ര അടിച്ചാലും എത്ര കൂടുതൽ അടിച്ചാലും അനീഷിന് ഇതേ ഉള്ളൂ, മറ്റേ ആക്ഷനേ ഉള്ളൂ. അതെ. പക്ഷെ ഇന്നെന്താണെന്ന് വന്നിരുന്നു ഞെട്ടിപ്പോയി. അതെന്താണെന്ന് പറയണം. ആ ഷട്ടർ കയറുന്നത് വരെയും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. മറ്റേ ഞാൻ എന്തെങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയും ഇത് ഇത്രയും ഉണ്ടാവും, നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ. സൂര്യശ്രീ പറ, എന്താ കാരണം? അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാവരും കമന്റിലൊക്കെ പറഞ്ഞില്ലേ, എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം ചേട്ടാ. കാരണം ഞാനൊരു 3 വർഷം ആവുന്നുള്ളൂ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് പോലും. എനിക്കങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം എന്ത് ഞാൻ ഇവിടെ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈ ഫ്ലോറിൽ വന്നിട്ടുള്ള അതാണ്. അതെനിക്ക് ഇതുവരെ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്തവരായാലും ഗ്രൂമേഴ്സ് ആയാലും ആ ഒരു സപ്പോർട്ടിന്റെ ബലം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഭയങ്കര സന്തോഷമല്ലേ. ഇവിടെ 30 വർഷമായിട്ട് അറിയാൻ പാടില്ല. വീട് എവിടെ? സൂര്യശ്രീയുടെ വീട് എവിടെ? പത്തനാപുരത്താണ്. അപ്പം മിമിക്രി അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇവിടെ വന്നിട്ടാണ്, ഇവിടുന്നാണ് ഇമ്പ്രൂവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ സ്കിറ്റ് കളിച്ചിട്ടില്ല? 3 വർഷത്തിന് മുമ്പ് ഇല്ല, കളിച്ചിട്ടില്ല. കളിച്ചിട്ടില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഐറ്റം വേറയുടെ ഒരു വലിയ കണ്ടെത്തൽ തന്നെയാണ് കേട്ടോ. അതല്ല, അതുപോലെ ശ്രീജുവും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം തൊട്ട് കാണുന്നതാണ് ശ്രീജുനൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലല്ല, ഒരു സിനിമയിലെ നായകനൊക്കെ അഭിനയിക്കാനുള്ള. അതൊക്കെ നേരത്തെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല. സിനിമയിലും വിളിച്ചു, ഇനി എഴുതിക്കൊണ്ടിരിക്കുന്നു. അല്ല, വിളിച്ചെന്ന് എഴുതിയിട്ട് പറയാൻ പാടില്ല, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആര് ആൾക്ക് എന്റെ അടുത്ത് പക്രുചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞ പടത്തില് വെറുതെ അല്ല പൊക്കി പറയണല്ലേ. എന്നോട് പറഞ്ഞു. അല്ല, നമ്മൾ സിനിമയിലുണ്ടെന്ന് എഴുതിട്ട് ഒരാളെ നമുക്ക് പറയാലോ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ആളാണ്. നമ്മുടെ ആഗ്രഹം പറയട്ടെ, ഇതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവരവരുടെ പ്രകടനം കണ്ടിട്ട് അത്തരത്തിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അല്ല, നമുക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എടുത്തെടുത്ത് പറയണത്. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സിനിമയിൽ അഭിനയിക്കണം, സീരിയലിൽ അഭിനയിക്കണം. സൂപ്പർ. അപ്പൊ എന്തായാലും ഒരു ലഹരി വിമുക്ത കേരളത്തിനായിട്ട് ഇതേപോലെ ഒരു ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്ന നമ്മുടെ കേരള സർക്കാരിനും എസ്പെഷ്യലി രമേശ് ചെന്നിത്തല സർ ബിഗ് സല്യൂട്ട് നമ്മൾ പറയുന്നു. ആൻഡ് ഈ ഒരു സ്കിറ്റ് ഇവിടെ അവതരിപ്പിച്ചതിന് നിങ്ങൾക്ക് ഒരു വലിയ താങ്ക് യു നമ്മൾ പറയണം. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ് 75,000 രൂപയുടെ സിൽവർ പഞ്ച് അടിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടന്മാരെ. ഇനിയും കാണാം. സൂര്യ ചേച്ചി, താങ്ക് യു.
ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിലെ അടുത്ത ഐറ്റം ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യട്ടെ. അപ്പൊ ഈ ഐറ്റം അവതരിപ്പിക്കാനായിട്ട് എത്തുന്ന കലാകാരന്മാരെ ഉറപ്പായിട്ടും കാര്യക്കാർക്ക് അറിയുന്നതായിരിക്കും. പേര് പറയട്ടെ ഞാൻ. ഫിറോസിക, ജയറാമേട്ടൻ ആൻഡ് അനിൽ ചേട്ടൻ. അപ്പൊ നമുക്ക് ഇവരെ ഒരു വലിയ കഴിവോട് കൂടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പുതിയ കോംബോയാണ്, കണ്ടോളൂ. തല വെച്ചോണ്ട് പറയാൻ പറഞ്ഞ എന്താണെയോ കുട്ടപ്പ? അതായത് ആൾക്കാർക്ക് കാണുമ്പം ക്യാരക്ടറും അമ്മയും മാറിപ്പോവും, മനസ്സിലായോ? അതായത് യഥാർത്ഥത്തിൽ ഞാൻ ഗൾഫുകാരനും ഇത് കുട്ടപ്പനുമാണ്, അല്ലാതെ ഇത് കുട്ടപ്പനും ഞാൻ ഗൾഫുകാരനും അല്ല. എന്തുവായി പറയുന്നേ? ഞാൻ ഗൾഫുകാരനാണ് സമ്മാനെ. ആ അത്രയും കാര്യമില്ല. ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കുട്ടപ്പന് കൊണ്ടുവരാൻ വേണ്ടി ഒരു സാധനം മമ്മ തന്നു വിട്ടയാ. എനിക്കറിയാമല്ലോ. ഒരു സെക്കൻഡ് തപ്പ് നോക്കണം. മമ്മയുടെ ഒരു കാര്യം കുട്ടപ്പ അതോട് മാറ്റി വെക്ക്. ഇതാണ് കുട്ടപ്പന് കൊണ്ടുവന്നേക്കുന്ന സാധനം. ഇതെന്തുവാ? എനിക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് മമ്മ തന്നു വിട്ടേക്കുക. അരി, ഗോതമ്പ്, നെല്ലിക്ക, മാങ്ങ തുടങ്ങിയ സാധനങ്ങൾ മാതമ്പുരയുടെ കടയിൽ പോയിട്ട് 1 ഗ്രാം പോലും കുറയാതെ മേടിച്ചോട്ട് വന്നേക്കണം കേട്ടോ. അയ്യോ അതിങ്ങെടുക്ക്. ഒരു ഗൾഫുകാരൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് വന്നിരിക്കുന്ന കണ്ടോ. അവർക്ക് നമുക്ക് മുട്ടായി ഒക്കെ കൊടുക്കാം. മുട്ടായി, ബിസ്ക്കറ്റ്, മറ്റേ പിസെല്ലാം എടുത്തോ. മുട്ടായി, ബിസ്ക്കറ്റ് ഇതെല്ലാം എന്തുവാ? എല്ലാവരും എന്റെ മുട്ടായി മേടിക്കാൻ വന്നിരിക്കുമല്ലേ. പിടിച്ചോളൂ. കുട്ടപ്പാ വിസ വേണോ? വിസ ആ പെട്ടി നിറച്ചും വിസ ഉണ്ട്. എന്റെ പേരെന്താ? സൗദാമിനി. സൗദിയിലേക്ക് പോകാനുള്ള വിസ. പേരെന്താ? സജിനെ സൗദിയിലേക്ക് തന്നെ വിട്ടേക്കാം. ശ്രീലങ്കയ്ക്ക് എവിടെ പോണ്ടേ? ശ്രീലങ്കയിൽ പോണോ? അതായിട്ട് പിടിച്ചു. കൊടുത്തു. ഹലോ നമുക്ക് ഈ ജോബ് വിസ കിട്ടോ? അയ്യോ ചോപ്പ് വിസ ഇല്ല, ഒരു വെള്ള വിസയാ ഉള്ള. കറുപ്പിനകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അല്ല ജോലിയുടെ വിസ കിട്ടുമെന്ന് വെച്ചത്. അയ്യോ ജോലി, എന്ത് ജോലി? ഇതുമായിട്ട് ചെന്നാ മതി. അതായത് ഇത് അങ്ങോട്ട് നമ്മുടെ എയർട്രാമിൽ ചെന്നിട്ട് അത് കാണിക്കുക, വാതിക്ക് നിൽക്കുന്ന ആളുടെ കാണിക്കുക, അന്നേരം പിടിച്ചങ്ങ് അകത്തിടും. ഓ അതായത് പ്ലെയിനകത്തിട്ട് വന്ന് കുട്ടായി പിടിച്ചോ, ചേട്ടാ പിടിച്ചോ, നസീർക്ക പിടിച്ചോ. വിസ വേണോ? പരിപാടിയൊക്കെ അവതരിപ്പിക്കാം അവിടെ പോയിട്ട്. അതൊക്കെ പോട്ടെ. വിസ കണ്ടോ? ഏത് രാജ്യത്ത് പോകണമെന്ന് ഇവിടെ എഴുതി വെച്ചാൽ മതി. ഇവിടെ പേരും എഴുതി വെച്ചാൽ മതി. അവിടെ ചെന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ എയർട്രാമിൽ വാതിക്ക് നിൽക്കുന്ന ആളുടെ കയ്യിലും കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ചുമ്മാതാ വെറും ഒരു പൊട്ടൻ ഗൾഫിൽ കിടപ്പുണ്ട്. ആ തള്ളയുടെ താളത്തിൽ തുള്ളുന്ന ഒരു മണ്ടൻ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലോട്ട് വിട്ടേക്കുവാ. ഇതൊക്കെ നടക്കുമെന്തോ എനിക്കറിയത്തില്ല. എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. മമ്മ ഞാനിവിടെ എത്തി, എല്ലാവർക്കും മുട്ടായി ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടപ്പൻ ഇവിടെ കൊണ്ടുവന്നാക്കി. പ്ലെയിൻ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഇറക്കാൻ പറഞ്ഞപ്പോൾ ആ പ്ലെയിനിന്റെ ഡ്രൈവർ കേട്ടില്ല. ഞാൻ അന്നേരം എയർട്രാമിൽ കൊണ്ടുവരായി കുട്ടപ്പൻ ഇവിടെ കൊണ്ടുവന്നാക്കി. കുട്ടപ്പ ഈ ആൾക്കാർക്കൊക്കെ നമ്മൾ വിസ കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ല വേറൊരു കാര്യമുണ്ട്, ഇത്രയും പേരെ ഗൾഫിലോട്ട് കൊണ്ടുപോയാല് അവർക്കല്ലേ ക്ലൈമറ്റ് പിടിക്കുവോ? അയ്യോ പാസ്പോർട്ടും വിസയും കറക്റ്റ് ആണെങ്കിൽ ഒരു ധാരം പിടിക്കത്തില്ല. അതാണ് അവിടുത്തെ ഒരു രീതി. ഭയങ്കര സെറ്റപ്പ്. കുട്ടപ്പൻ ഇവിടെ ഒന്ന് മുറുക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? പെട്ടിക്കടയിൽ പോകും. അവിടെ പെട്ടി പോലത്തെ വലിയൊരു മെഷീനാ വെച്ചേക്കും. ആ മെഷീൻ അതിലോട്ട് കാശ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ വെറ്റ വരും, വേറൊരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ പൊയില വരും, വേറൊരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ചുണ്ണാമ്പ് വരും, പാക്കും വരും. നമ്മളെല്ലാം മുറിക്കാൻ മതി. മുറുക്കുകയും ചെയ്യണ്ട. വേറെ റൂട്ടിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ചവച്ച് തുപ്പിക്ക് തരും. ഒന്നും ചെയ്യണ്ട, വലിയ കറ പിടിക്കത്തുമില്ല. പിന്നെ സീറേറ്റ് ഉണ്ടല്ലോ, സീറേറ്റ് ഞാൻ വായി വെച്ച് വലിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലൊക്കെ സീറേറ്റിന്റെ ഈ പഞ്ഞി ഇരിക്കുന്നത് പിറകിലല്ലേ, അവിടുത്തെ സീറേറ്റിന്റെ പഞ്ഞി ഇരിക്കുന്ന മുമ്പിലാണ്. അപ്പൊ എങ്ങനെ വലിക്കും? ഇരിച്ചു വെച്ചങ്ങ് വലിച്ചാൽ മതി. ഇതൊക്കെ എയർപോർട്ടിലാണോ കിട്ടുന്നത് അതോ സൂപ്പർ മാർക്കറ്റിൽ വല്ലതും? എന്ത് ഈ ഫലിത ബന്ധുക്കളുടെ പുസ്തകം? കുട്ടപ്പോ എന്നെ നിർത്തി ആക്കിക്കോ, പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പിന്നെ ആക്കരുത് കേട്ടോ. ഈ കണ്ടവർക്കെല്ലാം വിസ കൊടുത്തു. എത്ര വർഷമായിട്ട് കുട്ടപ്പൻ പറയാ ഗൾഫ് മണ്ണിൽ എന്നെ ഒന്ന് കാല് കുത്തിക്കാൻ? അയ്യോ കുട്ടപ്പന് ഗൾഫ് മണ്ണിൽ കാല് കുത്തിക്കാനുള്ള എല്ലാ പരിപാടിയും അമ്മ തന്നു വിട്ടിട്ടുണ്ട്. പിന്നല്ലാതെ മമ്മിയുടെ ഒരു കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. മന്ത്രമില്ല, മായമില്ല, മായാജാലമില്ല, ഒന്നുമില്ല, ഇതുമില്ല. എന്തുവാ? ഇതാണ് ഗൾഫിലെ മണ്ണ്. ഞാൻ മണനാടിന്റെ നിന്ന് വാരിക്കൊണ്ട് വന്നതാ. ഞാൻ കാലിങ്ങെടുക്കൂ, കുത്തു.
ഈ കാലം ഇങ്ങനെ അതും കുത്തു. ഇപ്പൊ കുട്ടപ്പൻ നിൽക്കുന്ന എവിടെ അറിയോ? ഗൾഫിലെ മണ്ണിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. കുട്ടപ്പൻ ഇനി വന്നേ. 2 ദിവസമെങ്കിലും എടുക്കും വരണേ. ഇങ്ങോട്ട് വരാത്ത എന്താ ഇത്ര പ്രശ്നം? അപ്പൊ ഞാൻ ഗൾഫിലല്ലേ നിൽക്കുന്നേ, ഇവിടെ അങ്ങോട്ട് വേണം ഈ എയർ ടിക്കറ്റും വേണം, വിസയും വേണം. കുട്ടപ്പന്റെ ഒരു കാര്യം. ഒരു സെക്കൻഡ്. മണ്ണ് മമ്മ മമ്മ ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചതിന് ശേഷം 172 ശ്വാസവും 1 തുമ്മലും 2 ഏമ്പക്കവും വിട്ടു. കുട്ടപ്പന് മണലാരണ്യത്തിലെ മണ്ണി നിർത്തുകയും ചെയ്തു കേട്ടോ. ഓ ഒരു ബ്രോ വരുന്ന കാര്യം അമ്മ പറഞ്ഞു. പൊന്നു കുട്ടപ്പ, ബ്രോക്കർ ഇപ്പൊ വരും. ബ്രോക്കർക്ക് ഒരു കുഴപ്പമുണ്ട്. മുടിഞ്ഞൊരു വണ്ടി ഭ്രാന്തനാ. വണ്ടിപ്രാന്തനാണ്. ഭയങ്കര വണ്ടി ബ്രോക്കർ ആയിരുന്നു നേരത്തെ. ഇപ്പോഴാ കല്യാണ ബ്രോക്കർ ആയത്. അതുകൊണ്ട് ഈ സംസാരിക്കുന്ന എല്ലാം വണ്ടി ഭാഷയിലേ സംസാരിക്കത്തുള്ളൂ. അയ്യോ ആണല്ലേ? കുഴപ്പമില്ല, എന്തും സഹിക്കാം. മമ്മയ്ക്ക് പെണ്ണ് മതി, മമ്മയുടെ കൂടെ കഴിയേണ്ട പെണ്ണാണ്. ഇതെന്താ ആരാ കീ ചോദിച്ചത്? ഈ ചോദിച്ചതല്ല, ആ ബ്രോക്കർ വിളിക്കുന്നതാ. ആണോ? കോളിംഗ് ബെല്ലിന് വരാം കീ കീ. കടന്നു വരാം. നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട് സാറേ. അയ്യോ ഞാനാണ് സാറ്. ഇത് കുട്ടപ്പൻ. CJ കുട്ടപ്പൻ സാറില്ലേ? ഈച്ച കുട്ടപ്പൻ അല്ല, ഇതുവരെ ഈച്ച കുട്ടപ്പൻ. ബ്രോക്കറെ, വന്ന കാര്യം പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ചെറുക്കൻ. എന്റെ പൊന്നു കുട്ടപ്പൻ സാറേ, അംബാസിഡർ കാണിച്ചിട്ട് മാരുതിക്കാരാന്ന് എന്നോട് പറയുന്നത്. സാറേ, സാറേ ഏതാ മോഡല്? എന്റെ മോഡലൊക്കെ തിരക്കുന്നത്. എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. 45 വയസ്സ്. 45 വയസ്സാവുമ്പം 81 മോഡൽ. 81 വയസ്സാകുമ്പോൾ 87, 88 കാലഘട്ടത്തിലെ വണ്ടി വേണം നമുക്ക് എടുക്കാൻ. അല്ലാതെ 2005 കടന്നു പോയ സാറിന്റെ കൈ നിൽക്കത്തില്ല. അയ്യോ എന്റെ കൈ വണ്ടി നിൽക്കത്തില്ലെന്നൊക്കെ പറയുന്നു. പുതിയ പെമ്പിള്ളാരൊക്കെ ആവുമ്പോ നമ്മളെ അനുസരിച്ച് നിൽക്കത്തില്ലതാ. അതാണല്ലേ? പിന്നെ സെക്കൻഡ് ഓണർ ആണ് കേട്ടോ സാറേ. സെക്കൻഡ് ഓണർ. രണ്ടാം കെട്ട്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തര ഷോറൂമിൽ ഒരു പെങ്കൊച്ചുണ്ട്. ഷോറൂമിലെ പെങ്കൊച്ചു. നല്ല തറവാട്ടി പറഞ്ഞ ഒരു പെണ്ണ്. തറവാട്ടി പറഞ്ഞ പെങ്കൊച്ചു. ഒരു പാർട്സിനും പുറത്തു പോകേണ്ട കാര്യമില്ല. ഒരു പാഴ്സിനും എനിക്ക് മനസ്സിലായി. അവർക്ക് കൃഷിയുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൃഷി ചെയ്താണ് എടുക്കുന്നത്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ സോപ്പൊക്കെ എങ്ങനെയായിരിക്കും കൃഷി ചെയ്യുന്നത്? അത് അവളുടെ അച്ഛൻ ഭയങ്കര സോപ്പല്ലേ. ഒരു മിനിറ്റ്, മാമൻ വിളിക്കുന്നുണ്ട് കേട്ടോ. മാമ മാമ മമ്മ. കുട്ടപ്പൻ സാറേ, ഇവന് ഭ്രാന്തുണ്ട്, എനിക്ക് അറിയാൻ മേലാണ്ടി. 100%. പക്ഷെ പയ്യൻ പാവവാ. ഗൾഫ് ഇവന്റെ മമ്മയുണ്ടെന്ന് പറഞ്ഞില്ലയോ, ആ തള്ള പറയാതെ ഇവൻ മുള്ളത്തില്ല. അയ്യോ, ഇത്രയും നാളൊക്കെ മുള്ളാതിരുന്ന ഇവന്റെ ബ്ലാഡർ പൊട്ടിപ്പോയാല്. ഇത് പറയട്ടെ ഒന്ന് കേക്ക്. തള്ള എങ്ങനെ സഹിക്കാം? ഇവന്റെ ഒരു മാമനുണ്ട്. ആ മാമനോട് A to Z കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കണം. ഇപ്പൊ എവിടെ പോയെന്നറിയാവോ? ഇല്ല. ടോയ്ലറ്റിൽ പോയേക്കുവാ. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ മാമനോട് വിളിച്ചു പറയും. മാമ 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 എല്ലാം ക്ലീൻ ആയിരുന്നു, വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. മാമ നിർത്താൻ പറഞ്ഞപ്പോഴേ ഞാൻ നിർത്തി. പക്ഷെ അത് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ നിർത്തി. ഓക്കെ മാമ, ഓക്കെ മാമ, ഓക്കെ മാമ, ഓക്കെ മാമ. ഞാനും മാമനുമായിട്ട് ചില വ്യാപാരത്തെ പറ്റി സംസാരിച്ചോണ്ടിരിക്കും. മരഞ്ചരക്ക് വ്യാപാരമല്ല. എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുക. എന്നെ പൊക്കി പൊക്കി അങ്ങ് അടിക്കുവാ ഈ കൂട്ടപ്പൻ. സത്യം പറഞ്ഞാ എനിക്ക് ഒരു സാധനം തന്നില്ല കേട്ടോ, ഉള്ളത് ഞാൻ പറയാം. അയ്യോ അതല്ല, നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട സാധനം മമ്മ തന്നു വിട്ടിട്ടുണ്ട്. അത് മാറ്റി വെക്ക ഇവിടെ. ആ സാധനം നമുക്ക് കഴിക്കാം, അതൊക്കെ കഴിച്ചിട്ട് കഴിക്കാം. ഇതെന്താ? ഇതാണ് എന്റെ പ്രൊഫൈലും മമ്മയുടെ കണ്ടീഷൻസും പെണ്ണിനെ പറ്റി. അയ്യോ അത് സോറി. എനിക്ക് പ്രീഷ്യസായ സാധനം, ഇത് പ്രീഷ്യസ് ആയിട്ടുള്ളത്, മനസ്സിലായില്ലേ? ഇതെന്താണ് കണ്ടീഷൻസ്? മമ്മയുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 5 മണിക്ക് പെണ്ണ് എഴുന്നേൽക്കണം, 6 മണിക്ക് അടുക്കളയിൽ കയറണം, 7 മണിക്ക് പണി തുടങ്ങണം, ഫേസ്ബുക്ക് പാടില്ല, വാട്സപ്പ് പാടില്ല, ഇൻസ്റ്റാഗ്രാം പാടില്ല, വീടിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്ത് പോകാനേ പാടില്ല. ഇവിടുത്തെ അധികാരികൾ പറയുന്ന അനുസരിച്ച് ഒരു അടിമയെ പോലെ ഇവിടെ നിൽക്കണം. അയ്യോ ഉണ്ട്, അങ്ങനെയുള്ള പെമ്പിള്ളേർ ഇതിൽ ഉണ്ടെന്ന്. അവിടെ അല്ലെന്ന്, അങ്ങ് അട്ടക്കുളങ്ങര സബ് ജയിലില്. പിന്നല്ലാതെ ഈ ക്വാളിറ്റി ഒക്കെ ഉള്ള പിള്ളേരെ പിന്നെ എവിടെ കിട്ടും? അവിടെയാകുമ്പോ വാട്സപ്പ് ഉപയോഗിക്കില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല, പിന്നെ ആരും ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തും പോയി സമ്മതിക്കില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത കൊള്ളാത്ത പെണ്ണിനെയൊക്കെ പറഞ്ഞോണ്ട് വിടുന്നു. പഴയ ബാലരമയിലൊക്കെ കരയത്തില്ലേ കാലഘട്ടത്തിൽ നിൽക്കും. ഒരാളെ ഒപ്പിച്ചു കൊടുക്കാൻ എങ്ങനെ ഒപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒപ്പിക്കാം. പക്ഷെ നമ്മൾ അതിന്റെ കാര്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഇത് കയ്യിലിട്ട് വെച്ചാൽ ഇത് പോരാ. കൈമടക്കി വെച്ചേക്കുന്നത് കൈമടക്ക് കൊടുത്താ ഇത് പോരാ. എനിക്ക് ആ മറ്റേ നേരത്തെ എന്നെ കാണിച്ച് കൊതിപ്പിച്ച ഒരു സംഗതി ഉണ്ടല്ലോ, കിട്ടണം. കുപ്പിയോ കുഞ്ഞെ
ബ്രോക്കറെ നല്ല പെണ്ണുണ്ട്. ആണോ? എല്ലാം ഉണ്ട്. ആ കുപ്പി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാൻ തരും. കുപ്പിയോ? ആ കുപ്പിക്കകത്തിരിക്കുന്ന പകുതി ഒഴിച്ചും കൊടുക്കേ. ആണോ? ആ. അയ്യോ അത് ഞാനതല്ലേ പറഞ്ഞു ഇങ്ങ് കൊണ്ടുവന്നേ. അങ്ങെടുത്തു അത് പറയണ്ടേ. പറയണ്ടേ. ഇതാണോ ഈ കുപ്പിയാണോ വേണ്ടത്? അയ്യോ അതിന് ഗ്ലാസ് ഒന്നും പറ്റത്തില്ല. വേറൊരു കുപ്പി കൊണ്ടുവരൂ, അതിനകത്തിലേക്ക് ഞാൻ പകർന്നു കൊടുക്കാം. കപ്പി എടുക്കൂ. പകർന്നു തരാനോ? പിന്നല്ല എന്തൊരു അഴിമതിയാണ്. 10,25,000 രൂപ വിലയുള്ള കുപ്പിയാ. അതിനകത്ത് നേരെ പകുതി തരും. 12,500 രൂപ സാധനം നമുക്ക് തരും. അതിന് 2 പെഗ് അടിച്ചാൽ 2,000 രൂപ പോവും. ബാക്കി 10,500 രൂപയുടെ സാധനം നമുക്ക് കിട്ടും. പിന്നെ 5,000 വെച്ച് നമ്മുടെ കയ്യില്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അയ്യോ എനിക്ക് രാവിലെ പറ്റിയല്ലോ, എനിക്ക് വൈകിട്ടേ പറ്റത്തുള്ളൂ. അല്ല എനിക്ക് രാവിലെയും കുഴപ്പമില്ല. അയ്യോ എനിക്ക് പറ്റിയല്ല. ഇവിടെ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഇച്ചിരി എണ്ണ തലയിൽ തേക്കുന്നുണ്ട്. എന്താണോ കുഴപ്പം? എണ്ണയോ? ആ പിന്നല്ലാതെ. അപ്പൊ ഇത് സ്കോച്ച് അല്ലേ? കോച്ചോ ഇത് ഗുൽഗുലു തിത്തകവും അറേബ്യൻ സാധനങ്ങളും മുരികകളും ഇട്ടിട്ട് മമ്മ എനിക്ക് തലയിൽ തേക്കാൻ തന്നുവിട്ട് എണ്ണയാണ്. അയ്യോ സാധാരണ ഇവിടുന്ന് അങ്ങോട്ടല്ലേ കാച്ചിയാണ് തന്നുവിടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ എണ്ണയ്ക്കകത്ത് നെല്ലിക്ക ചേർത്തിട്ടുണ്ട്. ആ നെല്ലിക്ക വെച്ചിട്ട് തളം പോലെ എന്റെ തലയിലേക്ക് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ തലയിൽ ഒരു തണുപ്പ് സുഖവുക. അല്ലെങ്കിൽ പോകും. തലയ്ക്ക് സുഖമില്ലാത്തവനെ നിനക്ക് പെണ്ണു വലിയൊരു പടക്കോഴിയില്ല കെട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെ സ്കിറ്റ് കഴിഞ്ഞു. ഫിറോസിക്കയും ജറാമേട്ടനും ഇതിനു മുമ്പ് നമ്മുടെ വേദിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അനിൽ ചേട്ടൻ ആദ്യമായിട്ടാണ് നമ്മുടെ വേദിയിൽ എത്തുന്നത്. അപ്പൊ ആദ്യത്തെ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാര്യക്കാരെടുത്ത് കാര്യമായിട്ട് ചോദിക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ. ആ ഫിറോസേ നന്നായിരുന്നു കേട്ടാ. താങ്ക് യു. 3 പേരും നന്നായിരുന്നു കേട്ടാ. എനിക്ക് തോന്നുന്നത് ഫിറോസിന്റെ ഐറ്റം കണ്ടിട്ട് കുറേ നാളായി. ഫിറോസ് ഇപ്പൊ കുറേ നാളായിട്ട് മറ്റേ ഗ്രൂമിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. പിന്നെ സിനിമ പ്രൊഡ്യൂസിങ് അഭിനയം അല്ലേ. എന്തായാലും തിരിച്ച് നമ്മുടെ ഫ്ലോറിൽ വന്നത് നന്നായിട്ടാ. ഗംഭീരമായിട്ടുണ്ട്. കാരണം ആ ഒരു പൊങ്ങച്ചക്കാരനായുള്ള ഗൾഫുകാരൻ അത് മനോഹരമായിട്ട് ചെയ്ത് ആദ്യത്തെ വരവും അവസാനത്തെ ആ ക്ലൈമാക്സ് ഒക്കെ ഉൾപ്പെടെ നന്നായിരുന്നു. പിന്നെ ആ ചേട്ടൻ അനിച്ചേട്ടൻ അല്ലേ. ആ ചേട്ടാ ഗംഭീരമായിരുന്നു. ചേട്ടൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ആർക്കും ഒരു തപ്പലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജയറാം അല്ലേ, ജയറാമിൻ്റെയും നല്ല രസമുണ്ടായിരുന്നു. 3 പേരും കോമ്പിനേഷൻ നല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിറ്റിന്റെ ഒരു ദൈർഘ്യം ഉണ്ടല്ലോ അതിനകത്ത് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് എനിക്ക്. അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ രണ്ടാമതൊക്കെ കുറേ ഇടവേള എടുത്തിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ. ആ പ്രശ്നങ്ങളൊന്നും ഫിറോസിന്റെ ഞാൻ കണ്ടില്ല കേട്ടോ. കാരണം കറക്റ്റായിട്ട് തന്നെ ചെയ്തു. കാരണം നമ്മൾ നേരത്തെ സ്കിറ്റുകൾ കണ്ടിട്ടുണ്ടല്ലോ. മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു എന്നുള്ള സിനിമ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനും അതുപോലെ ലാലേട്ടനും കൂടി അമേരിക്കയിൽ പോയിട്ട് വരുന്നത് അതാണെന്ന് തോന്നണ്ട. സംശയമാണെങ്കിൽ അതെ അത് അതേപോലെ ഉണ്ടായിരുന്നു. അതുപോലുള്ള സാധനങ്ങൾ. പിന്നെ അതിനകത്തുള്ള കോമഡികളൊന്നും ഇതിനകത്തില്ല. നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ ആ കുപ്പിയുടെ സസ്പെൻസ് നന്നായിരുന്നു കേട്ടോ. എല്ലാവരും കരുതിയത് ഞങ്ങൾ മറ്റേ കുപ്പി തന്നെയാണ്, അത് പൊട്ടിക്കേ അങ്ങനെ അത് പൊട്ടി ക്ലൈമാക്സിലൊക്കെ പോകുമെന്ന് കരുതി. പക്ഷേ അതിനും ഉപരിയായിട്ട് ചിരിക്കാൻ പറ്റിയത് ഈ പറഞ്ഞ കൂട്ട് നല്ല തൈലമാണ്. അതേച്ച് തേച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കില്ല എന്നുള്ള സംഭവം നല്ലതാണ്. കാരണം പുള്ളിക്ക് കുറച്ച് ഭ്രാന്ത് പോലെ സംഭവമുണ്ട്. അമ്മ എപ്പോഴും കെയർ ചെയ്യണത് ഈ എണ്ണയൊക്കെ കൊടുത്തു വിട്ടിട്ടായിരിക്കും. അതിനകത്തൊക്കെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് നന്നായിരുന്നു. അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഈ ഒരു ദൈർഘ്യ കുറവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത സ്റ്റേജിലും അടുത്ത പരിപാടിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് മനസ്സിലാക്കി തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ബാക്കി ഇവര് പറയും. ഓക്കെ, താങ്ക് യു ചേട്ടാ. നന്നായിരുന്നു ഫിറോസെ. താങ്ക് യു. ജയറാം നേരത്തെ വന്നിട്ടുണ്ട്. അനിലേട്ട മാത്രം ഫസ്റ്റ് ടൈം ആണ് അല്ലേ. അപ്പോൾ എന്തായാലും വേദിയിലേക്ക് സ്വാഗതം. നന്നായിരുന്നു. നിങ്ങൾ 3 പേരും നമ്മുടെ ഇതൈറ്റം വേറെ വേദിക്ക് പറ്റിയ 3 ആർട്ടിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി വേണ്ടത് നല്ല സ്ക്രിപ്റ്റുകളാണ് ആവശ്യം. നല്ല പടക്കം പൊട്ടുന്ന സാധനം, വ്യത്യസ്തമാകുന്ന പുതിയ പുതിയ ത്രെഡുകൾ കണ്ടുപിടിക്കുക. നമുക്ക് കളിക്കാനുള്ള ആവതുണ്ടെങ്കിൽ പിന്നെ നല്ല സാധനം കൈ കിട്ടിയാൽ മാത്രം മതി. അതിനുവേണ്ടിയുള്ള അന്വേഷണം മാത്രം നടത്തിയാൽ മതി. ബാക്കി എല്ലാ ക്വാളിറ്റിയുള്ള ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് വേദികൾ പിന്നിട്ടവരാണ്, ഒരുപാട് ഇതേപോലുള്ള സ്റ്റേജുകൾ പങ്കിട്ടവരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരണ്ട. നമുക്കെപ്പോഴും ആവശ്യം, നമ്മുടെ ഈ ഷോയ്ക്ക് എപ്പോഴും ആവശ്യം പുതുമയാണ്. ഈ സ്കിറ്റുകളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പോൾ കളിച്ചത് മനോഹരമായിട്ട് ചെയ്തു. ലെങ്ത് കുറവാണ്, പക്ഷേ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത സാധനം ഇപ്പം കൂട്ടാതിരുന്നത് നന്നായി. അഥവാ ലെങ്ത് കൂട്ടുകയാണെങ്കിൽ അതും കോമഡി ആയിരിക്കണം, അത് നിറച്ചും ചിരികളായിരിക്കണം. അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ആവശ്യം. അതിനുള്ള ശ്രമങ്ങളും മുമ്പോട്ടുള്ള യാത്രയിൽ നടത്തുക. ഗംഭീരമായിട്ട് വരിക. ഓൾ ദ ബെസ്റ്റ്. ഫിറോസേ, ഫിറോസിന്റെ പ്രകടനം കണ്ടപ്പോഴേ ഞാനൊരു 10-12 വർഷം പുറകോട്ട് പോയി. കാരണം അന്ന് കുറേ നല്ല നല്ല സ്കിറ്റുകൾ, എന്തോരം സ്കിറ്റുകൾ
ഫിറോസും ടീമും അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ഫിറോസ്. അപ്പം നല്ല ചിരിക്കാൻ ഒരുപാട് സാധ്യതയുള്ള കുറേ സംഭവങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു പഴയ ഒരു ഓർമ്മയിലേക്ക് പെട്ടെന്നൊന്ന് പോയി. എനിക്ക് തോന്നുന്നത് ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾ 3 പേരിൽ നിന്നും എണ്ണം പറഞ്ഞ മനോഹരമായ കുറേ സ്കിറ്റുകൾ ഈ സ്റ്റേജിൽ വരും. തീർച്ചയായിട്ടും. കാരണം അതിന് കഴിവുള്ള കലാകാരന്മാരാണ് 3 പേരും. പിന്നെ ഈ സ്കിറ്റിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനല്ലാതെ ഇത് കളിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുഴപ്പത്തിൽ അങ്ങനെ നിന്നില്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വർക്കാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ മാത്രം അപ്പോൾ തന്നെ ഡൗട്ട് അടിക്കും നമുക്ക്, ഇതിലെന്തോ ഒരു സംഭവം കിടപ്പുണ്ടല്ലോ എന്നുള്ളത്. ആ വിസ എല്ലാവർക്കും വിതരണം ചെയ്തപ്പോഴേ നമുക്ക് മനസ്സിലായി. വേണമെങ്കിൽ ചോദിച്ചാൽ മതിയായിരുന്നു വിസ വേണോ എന്നൊക്കെ ആണെങ്കിലും കിട്ടിയാനെ. ഇതിപ്പോൾ എല്ലാവർക്കും കൊണ്ടുവന്ന് ബീച്ചുകൂട്ടനൊക്കെ വിസ എന്ന് എഴുതിയിട്ട് പേപ്പർ കൊടുത്ത് അവനത് വിശ്വസിച്ചു. അതാണ് അവന്റെ ആത്മാർത്ഥത. അവൻ അന്നേരം വീട്ടിലേക്ക് വിളിച്ചു, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച വിസ കിട്ടി. എന്നോട് ചോദിച്ചു 2 പേർക്ക് പോകാൻ പറ്റുമെന്ന്. ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും അതൊന്ന് പിന്നെ നല്ല 2-3 കൗണ്ടറുകൾ അത് അധികം പറയട്ടെ. ആ പ്രോപ്പർട്ടിക്ക് അതൊന്ന് ആ ഗൾഫിലെ മണ്ണ് കൊടുത്തില്ലേ, അത് പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. അത് വിരിച്ചിട്ടിട്ട് നീ അവിടെ നിന്നോന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിറോസ് കരയുന്നത്, നീന്ന് പറഞ്ഞിട്ട് കരഞ്ഞത്, ബാലരമേലെ കരച്ചിൽ, അതൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജയറാം ഭായി പാട്ട് പാടുവോ? ഗായകനാണല്ലേ. ആ ചെറിയ സാധനത്തിൽ നമുക്ക് മനസ്സിലായി നിങ്ങൾ ഉഗ്രനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുറേ സാധ്യതകളുള്ള നല്ല നല്ല സ്കിറ്റുകൾ ഈ സ്റ്റേജിൽ ജനിക്കാനിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രം ഇതിനെ കരുതിയാൽ മതി. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ. അപ്പൊ ആദ്യത്തെ നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷനിലുള്ള ആദ്യത്തെ സ്കിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പാട്ടൊക്കെ വഴി കേൾക്കണം കേട്ടോ ജയറാമേട്ട. ഇനിയും സ്കിറ്റുകളായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ആദ്യത്തെ സ്കിറ്റിനുള്ള മാർക്ക് ചോദിക്കാം. നമുക്ക് നസീറിക്കാൻ തുടങ്ങാം. ഞാനൊരു 12,000 രൂപ കൊടുക്കും. 12,000 ബിജുക്കുട്ടൻ ചേട്ടനോ? ഞാൻ ഒട്ടും കുറക്കുന്നില്ല, 12,000 രൂപ. ഓക്കെ, 24,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ഇപ്പൊ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഴ്ചേട്ടനാണ്. ഇപ്പൊ ചേട്ടൻ എന്താ ഇങ്ങോട്ടേക്ക് അയക്കുന്നതായിരിക്കും. നമുക്ക് തിരികെ നോക്കാം. ചേട്ടാ വരുന്നു, പിടിച്ചോ. 40,000 മോശമല്ല. ആദ്യത്തെ ഇല്ലേ നിങ്ങളുടെ 3 പേരുടെ കോമ്പിനേഷനിലുള്ള ആദ്യത്തെ സ്കിറ്റ് വേദിയിൽ നിന്നപ്പോൾ 40,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്കിറ്റുകൾ നമ്മുടെ കാര്യക്കാർ പറഞ്ഞതുപോലെ വൈറൽ സ്കിറ്റുകൾ ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചേട്ടന്മാരെ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു കളർഫുൾ എപ്പിസോഡ് ആയിരുന്നു അല്ലേ? ഇനിയും ഒരുപാട് സ്കിറ്റുകളും മിമിക്രി പെർഫോമൻസും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.